എന്താ ചേ? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശോ? എനിക്കെന്ത് ഉദ്ദേശം? പറയാം. എവിടെ പോന്നു? എന്താ ഈ കുലീന സ്ത്രീയുടെ മുഖം ഇട്ട് ഡീസന്റ് സ്വഭാവം കാണിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാ ചോദിച്ചത്. എനിക്ക് എന്റെ ഭർത്താവിനെ കാണുമെന്ന് പെട്ടെന്ന് തോന്നി, ഞാനിങ്ങി വന്നു. ഇന്നലെ രാത്രി വീഡിയോ കോൾ വിളിച്ചപ്പോൾ പോലും അങ്ങനെ ഒരു ആഗ്രഹം നീ പറഞ്ഞില്ലല്ലോ. ചേടാ, എനിക്ക് രാത്രി സ്വപ്നം കണ്ടു നിങ്ങളെ, അപ്പോൾ എനിക്ക് രാവിലെ പോരണോന്ന് തോന്നി. ഇതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല റോസ്മേരി. നീ സാധാരണ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വിളിച്ചറിയിച്ച് കാടളകി വരുന്നൊരു വരവാ. ഇതിപ്പോൾ ആരെയും വിളിക്കാതെ അറിയിക്കാതെ നീ പെട്ടെന്ന് ഇവിടെ വന്നതിൻ്റെ കാര്യം പറ. എനിക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, എനിക്ക് എന്നെ ഭർത്താവിനെ കാണണമെന്ന് തോന്നി, ഞാൻ വന്നു. ഞാൻ വിശ്വസിക്കത്തില്ല. ഈ ലോകത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ആരെയെന്നറിയാം? ആരെ? എന്നെയാണോ? എന്നെ തന്നെ. കാര്യം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ല ധാരണയുണ്ട്. ഏറ്റവും വിശ്വാസക്കുറവ് ആരെയെന്നറിയാം? ആരെയാ? നിന്നെ. കാര്യം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒടേ തമ്പുരാന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സത്യം പറ, എന്താ ഉദ്ദേശം? അതങ്ങ് പറ. ഉദ്ദേശം ഒന്നുമില്ല. ഇന്നലെ വരെയുള്ള റോസ്മേരി അല്ല ഇന്നത്തെ റോസ്മേരി. ആയിക്കോട്ടെ, ഇന്നലെ വരെയുള്ള റോസ്മേരിയിൽ നിന്ന് ഇന്നത്തെ റോസ്മേരിയിലേക്ക് മാറാൻ ഒരു കാരണമുണ്ടല്ലേ, അതങ്ങ് പറ. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് തോന്നി എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന്. അതിന് വണ്ടിക്കൂലി മുടക്കി ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് അവിടെ നിന്ന് മാറി അവിടെ തന്നെ നിന്നാ പോരെ. അവിടെ തന്നെ മാറി നിന്നിട്ട് എന്ത് കാര്യം? ആര് കാണാനുള്ള ആൾ ഇവിടെ അല്ലേ? കാണാനുള്ള ആൾ എന്ന് വീഡിയോ കോളും ഫോണിലൂടെ അല്ലാതൊക്കെ നിന്നെ കാണുകയും വിളിക്കുകയും ചെയ്യുന്നില്ലേ? പക്ഷെ നേരിട്ട് എനിക്ക് കാണിക്കണമല്ലോ എൻ്റെ സ്വഭാവം മാറിയത്. നിനക്ക് മൊത്തത്തിൽ മാറ്റം വന്നു, എനിക്കത് ബോധ്യപ്പെട്ടു. വൈകിട്ട് പോകാമല്ലോ. ഞാൻ പൊക്കോളാം, പക്ഷെ 2 ദിവസം കൂടെ കഴിയട്ടെ. അതെന്തിന്? എനിക്ക് നിങ്ങളെ കൊതിതീരി ഒന്ന് കാണണം, അത്ര തന്നെ. നല്ലൊരു സെൽഫി അങ്ങോട്ട് എടുത്ത് ഞാൻ നിന്റെ ഫോണിനകത്ത് ഇട്ട് തരാം. അങ്ങനെ വേണ്ട, എനിക്ക് നന്നാവാൻ ഒരവസരം താ. ശരി, പിള്ളാരെ അമ്മയ്ക്ക് അപ്പച്ചനെ കളിച്ചിട്ട് ഇവിടെ വന്ന് എങ്ങനെയാണ് നന്നാവും? നിനക്ക് അവിടെ നിന്ന് നിന്നാൽ പോരെ. അതല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കുന്നത്. അല്ലല്ലേ, എനിക്കറിയാം എന്നെ ആർക്കും വിശ്വാസമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ആരും കേൾക്കത്തില്ല. ലുക്ക്, നിന്റെ ഈ ഫേക്ക് ഗ്ലിസറിനകത്താണ് ഞാൻ വീണത്, നിന്നെ കെട്ടിയത്. വീണ്ടും അത് പൊടിച്ച് എന്നെ വലയ്ക്കാൻ നിൽക്കരുത് കേട്ടല്ലേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണ്ട, കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിച്ചാൽ മതി. നല്ല അകത്തോട്ട് പോവാം. തങ്കം ചേച്ചി ഒറ്റയ്ക്ക് കിടന്നെല്ലാം കഷ്ടപ്പെടും. തങ്കം ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാനൊന്ന് സഹായിച്ചിട്ട് വരാമെന്ന്. എന്തോ തീരുമാനിച്ചിട്ടുള്ള വരവാ. അത് തുറക്കണ്ട, അതിലൊന്നുമില്ല.